ായിട്ടുള്ള രീതിയിൽ ആന്റണി അങ്ങനെ പരാതി വരുമെന്ന് കരുതി നമ്മളത് നിഷേധിക്കാൻ പറ്റില്ല. സത്യസന്ധമായ പരാതികൾ അതിൽ ഏതാണെന്നുള്ളത് കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും അത് കഴിഞ്ഞ് പിന്നീട് കോടതിയുടെയും കൂടെ ബാധ്യതയാണ്. അല്ലാതെ നമ്മൾ ഈ പെണ്ണുങ്ങളെ അല്ലെങ്കിൽ സ്ത്രീകളെ മൊത്തമായി അടച്ച രാഹുല്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. അതായത് അത് ശരിയല്ല. കാരണം സംഭവങ്ങളുണ്ട്, സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഒറ്റപ്പെട്ടതൊന്നും പറയാനല്ല. ഇപ്പം ഇന്നിപ്പോ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പും പ്രൈവറ്റ് ബസ്സുകളിലും അല്ലെ ബസ്സുകളിലും ട്രെയിനുകളിലും ഇത് നടന്നുകൊണ്ടിരുന്നു. അപ്പൊ നമ്മളതിനെ ഒരു ഇതിപ്പോ ഇതിനകത്ത് ഈ ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഷിംജിത എന്ന് പറയുന്ന സ്ത്രീയെ ന്യായീകരിക്കുന്നതിനകത്ത് ഒരർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരിക്കലും ശരിയല്ല. ഈ സംഭവം മാത്രം നമ്മൾ വിലയിരുത്തുമ്പം അത് അങ്ങനെ തന്നെയാണ്. കാരണം അയാളുടെ വീടും കുടുംബവും ആ പാവപ്പെട്ട വീടും അതിനെ അവർക്ക് അന്നം തേടി പോയത് അയാള്. ആ സമയത്താണ് അവരെ വെറുതെ ഇങ്ങനെ നിന്നിട്ട് പിടിച്ചിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്ത് സ്ലോ മോഷൻ അതെ. അപ്പം നമ്മളത് പോലീസ് അന്വേഷിക്കണം. പോലീസ് അന്വേഷിക്കുമ്പോ അക്യൂസ്ഡിന് പ്രൈവസി കൊടുത്താൽ മതി. അന്വേഷിക്കുമ്പോ ഇരയുടെ പേര്, പരാതിക്കാരിയുടെ പേര് പറയാത്തതുപോലെ അക്യൂസ്ഡിന്റെ പേരും പറയരുത്. പ്രൈമാ ഫേസി കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ. ഇതാണ് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന. അന്വേഷണത്തിൽ ഒരിക്കലും പേര് അതിജീവിതയോടോ അല്ലെങ്കിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പേര് പറയില്ല. ആരോപിതരുടെയും പേര് പറയരുത്. അവർക്ക് പറയാൻ പാടില്ലാത്തത് തന്നെയാണ്. ജിത പറയുന്ന വാക്കുകൾ എന്താണ്? എന്റെ അടുത്ത് നിന്ന് മറ്റൊരു പെൺകുട്ടിക്ക് ഒരു അനുഭവം ഉണ്ടായെന്നാണ് പറയുന്നത്. ആ അനുഭവം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്താണ് എന്നുള്ളത്. എന്താണെന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഷിംജിത പറയുന്നതാണ്. പക്ഷെ പിന്നീട് ഷിംജിതയെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഷിംജിത എന്താ ദീപകിന്റെ പിറകിൽ പോയി നിന്ന് അങ്ങോട്ട് ഇടിച്ചു കയറുന്ന സീനാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരിക്കൽ പോലും ഷിംജിതയെ ഏതെങ്കിലും ദേഹോപദ്രവം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അങ്ങനെ ദീപക്കിനെ നമ്മൾ സംരക്ഷിക്കാൻ നിൽക്കുന്നതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ആളുകളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ രാഹുൽ മാങ്കൂട്ടന്മാരെ പോലെയുള്ള ആളുകൾ സൈക്കോളജിക്കൽ ഇതേടെ കാര്യത്തില് അയാൾ പുറംതിരിഞ്ഞാൻ നിൽക്കുന്ന ദീപക് ആ സമയത്ത് ആണ് ഇവര് ഇങ്ങനെ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. അവർക്ക് തയ്യാറാക്കി ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന മട്ടിലാണ്. മാത്രമല്ല സാർ, അതിന്റെ ഇടയിൽ ഒരു ചിരിയുണ്ട്, ശ്രദ്ധിച്ചോ? ആ ക്യാമറയിൽ ഇവർ നോക്കിയ ഒരു ചിരിയുണ്ട് ആ ഇടയിലോട്ട് പോകുമ്പോ. അതായത് കൃത്യമായി ഒരു ആങ്കറിന്റെ ചിരിയായിരിക്കും. നമ്മളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ചിരിയിരിക്കുമല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.